ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുളിശ്ശേരി തന്നെയാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മാമ്പഴ പുളിശ്ശേരി ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. 3 നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ദശ കട്ടിയുള്ള പഴുത്ത മാങ്ങയാണ് എടുത്തുള്ളത്. കളർ കുറച്ച് കുറവാണ്, അതുപോലെ തന്നെ മധുരവും കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഷുഗറോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ടി വരില്ല. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 മുതൽ ഒരു 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ്. വെച്ചിരുന്നാൽ ഇങ്ങനെ കളർ കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കണം എരിവിന് വേണ്ടിയിട്ട്. പക്ഷേ മുളക് പൊടി നമ്മൾ ഒരുപാട് ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർക്കണ്ട. നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർക്കാം. നമുക്കിതിലേക്ക് എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ചേർക്കാം. നമ്മൾ മുളക് പൊടി ചേർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് റെഡായി പോവുകയാണ് ചെയ്യുക. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 കപ്പ് തന്നെ മതിയാകും. അടി പിടിക്കുന്ന ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാനൊരു 1.5 കപ്പോളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 50% കുക്കായിട്ടാണ് ഞാനതിലേക്ക് ഉപ്പൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അടച്ചു വെച്ചിട്ട് അങ്ങനെ പോവരുത്. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ ആ മാമ്പഴം നമ്മുടെ ചട്ടിയിൽ ഒന്നും ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കും. ഇതിപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് സ്റ്റിക്കാവുന്നുണ്ട്. സദ്യയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടു പോകുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മാമ്പഴം കുക്കായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൂടെ നോക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ആ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയം ഏകദേശം ഒരു 50% നമ്മുടെ മാമ്പഴം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ബ്ലോക്ക് ശർക്കര എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് അത് പിന്നെ അരിച്ചെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ചേർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സമയം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കണം. ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പ് ഒട്ടും ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മാമ്പഴം നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മളെ ചേർത്തിട്ടുള്ള ശർക്കര വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്ന കറിയൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മാമ്പഴം നന്നായിട്ട് തന്നെ കുക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ അരപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയത് വേണം. നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, തണുത്ത തേങ്ങ എടുക്കരുത്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ് വേണം. ഒരു 4 ചെറിയ ഉള്ളി, അതായത് കൊച്ചുള്ളി വേണം. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ വേണം. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ഇത്തിരി നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നാക്കിയത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ചേർക്കണ്ട കേട്ടോ, കാരണം ഓൾറെഡി നമ്മുടെ പുളിശ്ശേരിക്കകത്ത് വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്കിത് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിക്കാം. ഒഴിക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഒഴിച്ചിട്ട് തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്തിയിട്ട് നല്ല പോലെ ഒന്ന് നന്നായിട്ട് തിള വരണം. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ തിള വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മളിതിലേക്ക് ലാസ്റ്റ് ഇനി തൈര് കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചെയ്യുക. നന്നായിട്ട് തന്നെ തിള വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തീയൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം നല്ല പുളിയുള്ള തൈര് നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഏകദേശം ഞാനൊരു 1/2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കിട്ടുന്ന കട്ടിയായിട്ടുള്ള തൈരാണ് നമുക്ക് കിട്ടുന്നത്. അതിന് ഒരുപാട് പുളിയൊന്നുമില്ല, ഒട്ടും തന്നെ പുളിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തലേ ദിവസം തന്നെ പുറത്തെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ തൈരിനൊന്ന് പുളി കിട്ടും.
എന്നിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ ഒരു തൈര് കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയാൽ മതി. മൺചട്ടിയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് തിള വരും. അപ്പം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ആ തൈരിനൊന്ന് ചൂട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കടുക് വറുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുകും അതുപോലെ തന്നെ 2 നുള്ള് ഉലുവ കൂടെ ചേർക്കാം. ഉലുവ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൺചട്ടിയിൽ ചെയ്യുന്നവർ ആ ഒരു തൈര് തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ചൂട് വന്നാൽ മതി. അപ്പോഴേക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനെ കടുകൊക്കെ താളിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതൊന്നല്ല ഇതിൻ്റെ കളറ്. നമ്മളിപ്പം സദ്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം തലേ ദിവസം രാത്രി തന്നെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സദ്യ കഴിക്കാൻ സമയത്തേക്ക് അതിന് നല്ല ഭംഗിയുള്ളൊരു കളറ് വന്നിട്ടുണ്ടാവും. അത് കുറച്ച് മുന്നേ ചെയ്തിരുന്നാൽ നമ്മൾ കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് കൂടെ വരും കേട്ടോ. മാമ്പഴ പുളിശ്ശേരി നമ്മുടെ സാമ്പാറൊക്കെ പോലെയാണ്. പഴകും തോറും ടേസ്റ്റ് എന്ന് അറിയുന്നില്ലേ, അതുപോലെയാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കുക. ഞാനിതിപ്പം സദ്യയിലേക്ക് ചെയ്തിട്ടുള്ള റെസിപ്പീസാണ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കഴിക്കാൻ സമയമായപ്പോഴത്തേക്ക് നന്നായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി നാട്ടിലുള്ളവർക്കൊക്കെ ഒരു കുഞ്ഞു മാങ്ങയുണ്ട്, നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് ചീകിയെടുക്കാൻ കിട്ടുന്ന ആ ഒരു ടൈപ്പ് മാങ്ങയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ നമുക്കിവിടെ പുറത്തൊന്നും അതങ്ങനെ എപ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.